മിമ്മൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. ആ സാധനം എൻ്റെ കൈ കിട്ടിയപ്പോൾ അതെനിക്ക് എൻ്റെ അമ്മ സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചു തന്നെയാണ്. അയ്യോ, ഞാൻ എൻ്റെ കൈ കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സ്, ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന സാധനമാണ് ഫ്രണ്ട്സ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3D പെൻ. ഫ്രണ്ട്സ്, എത്ര കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുറേ ദിവസമായി വാങ്ങിച്ചിട്ട്, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിന്റെ കാരണം നമ്മൾ പറയാം. അതിന്റെ കാരണം ഈ സാധനം വന്നില്ല. അതുവരെ ഇത് നമ്മൾ ഇതിന്റെ ഫിലമെന്റ് ഇതിന്റെ കൂടെ നമുക്ക് 3 കളേഴ്സ് കിട്ടി. ബട്ട് നമുക്ക് അത്രയും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒരെണ്ണം ഓർഡർ ചെയ്തു. അതിൽ 10 കളേഴ്സ് പൊട്ടിച്ചു. ഇത് ഇത് ഞങ്ങള് പൊട്ടിച്ച് കുറെ പണിഞ്ഞു. മിമ്മൂസെ പണിഞ്ഞൊക്കെ കാണിച്ചു. ഇത് മിമ്മൂസ് ഉണ്ടാക്കിയ വീട്. വാവ്, 3D അല്ല, ഇത് അമ്മ ഉണ്ടാക്കിയൊരു വളയാണ്. നല്ല വള. ഇനി ഇത് ഞാൻ ഉണ്ടാക്കിയൊരു കൊച്ചു പൂവ്. അത് നല്ലതാ. ഒടിഞ്ഞു പോയി. നല്ല പൂവാണ് ഇത്. ഞങ്ങളൊരു മതിലുണ്ടാക്കാൻ പ്ലാൻ ചെയ്തു, പക്ഷെ ഫിലമെന്റ് തീർന്നു പോയി. നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. വീടുണ്ടാക്കാൻ പ്ലാൻ ചെയ്തതാണ്, പക്ഷെ പറ്റിയില്ല. ഫിലമെന്റ് തീർന്നു പോയി. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും പൊട്ടിച്ചു നോക്കാം. ഇത് ഞാൻ ഇതിൽ 10 ഷീറ്റ്സ് ഉണ്ടെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വായിച്ചു. നമ്മൾ ഓപ്പൺ ചെയ്തില്ല, പക്ഷേ പെൻ ഞങ്ങൾ ഓപ്പൺ ചെയ്തു. പെൻ ആദ്യം കാണിക്കാം. ഇത് നമ്മളതൊന്ന് ട്രേസ് ഒക്കെ ചെയ്തിട്ടില്ല. ട്രേസ് ചെയ്യണം ഫ്രണ്ട്സ്. ഇതാണ്. ഇത് ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെറുതെ ഒട്ടിച്ചതാണ്. നമ്മൾ സത്യം തുറന്ന് പറയും. അതില് 3 കണ്ടോ, ഇത് എന്റെ 2 ഫിലമെന്റ് ആണ്. ഒറ്റൊരു ഫിലമെന്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഡബിൾ ഷെയ്ഡും ഒറ്റ ഫിലമെന്റും. അതാണ് വെക്കേഷൻ ടൈമില് കുട്ടികൾക്ക് മസ്റ്റ് ആണ്. പക്ഷെ പാരന്റ്സും കൂടി ഇരിക്കണം, കാരണം ഇത് കറണ്ടില് വർക്ക് ചെയ്യുന്നതാണ്. കുട്ടികൾ ഇതിൽ തട്ടിയോ കൈ കരിഞ്ഞു പോകും. എനിക്ക് അറിഞ്ഞൂടാ. പാരന്റ്സും കൂടി ഇരുന്നിട്ട് കുട്ടികൾക്ക് ഒരു എന്താ പറയാ, കുറച്ചൊരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള മാനുവൽ ഉണ്ട്. അതിലെല്ലാം എഴുതിയിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇതൊരു വയറാണ്, ഇതൊക്കെ പൊട്ടിപ്പൊടിഞ്ഞിരിക്കുകയാണ്. അതിന്റെ സ്റ്റാൻഡ്, അത് ചൂടായിരിക്കുമ്പോ അതിൽ വെക്കാനാ. ട്രൈ ചെയ്യാം. നമ്മൾ ഇവിടെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഇത് ഫിലമെന്റ് പൊട്ടിക്കണം. ഫിലമെന്റ് തന്നെയല്ലേ ഇതിന്റെ പേര്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഈ 3D പെൻ വന്നപ്പോൾ തൊട്ട് അമ്മയ്ക്ക് ഒരു സ്വസ്ഥത കൊടുത്തിട്ടില്ല. അമ്മ നമുക്ക് കളിക്കാം. അത് മാത്രമല്ല, ഞാൻ അമ്മയോട് പറയായിരുന്നു, അമ്മ ഈ ഫിലമെന്റ് എപ്പോഴാ വരിക. മെല്ലെ നോക്കി ചെയ്യണേ. നേരെ കട്ട് ചെയ്ത് നമുക്കത് യൂസ് ചെയ്യാം മറ്റേത് ഉണ്ടാക്കാൻ. വഞ്ചി നമ്മൾ പുതിയൊരു വഞ്ചി ഉണ്ടാക്കാൻ വേറെ ഉണ്ട്. ഇതും കൂടെ ഉണ്ടാക്കാം. 2 വഞ്ചി. നമുക്ക് ഈ സാരി ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമൊക്കെയാണോ? കമന്റ് ചെയ്യുക. ഇത് നമ്മൾ ഷോപ്സിന്നല്ലേ വാങ്ങിച്ചത്. ഷോപ്സിയാണ്. അടിപൊളി. 10 കളേഴ്സ് ആണ്. ഇത് എടുക്കത്തില്ല. ഞാൻ ഫസ്റ്റ് ഒരു സ്ട്രോബെറി ഉണ്ടാക്കാൻ വേണ്ടി ഈ കളറാണ് ഡ്രസ്സിന്റെ കളർ. ഞാൻ ഫുൾ പിങ്കിലാണ്. നമുക്ക് ഈ സാധനം പൊട്ടിക്കണം. അപ്പൊ സെറ്റ് ചെയ്യുന്നൊന്ന് കാണിച്ചു കൊടുക്കടാ. കയ്യിലാണോ? ചെറുതായിട്ട് കട്ട് ചെയ്യട്ടെ. കാണിക്ക്. ഇവിടെ ഈ സാധനം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. സ്വന്തമായിട്ട് ചെയ്യണം. അപ്പൊ കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കണേ ചെയ്യുമ്പോ. അമ്മ കട്ട് ചെയ്ത് തരാൻ കിടക്കും.
അത് കട്ട് ചെയ്തെടുക്കേണ്ട കാര്യമില്ല സത്യത്തിൽ. അത് അവരിങ്ങനെ ടൈ ചെയ്ത് വെച്ചേക്കുന്നത് ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്താൽ മതി, ഫോൾഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും കാണിച്ചു തരാം. ഇനി ചെയ്യോ? ഇല്ല, ഇനി ചെയ്യോ? ഒന്നുകൂടി പറ. നമുക്ക് ഇതിവിടെ കുത്താമേ കാണിച്ചു തരണം. ഇതിന് ഇത് വേണം, അഡാപ്റ്റർ ഇത് വേണം ഫോണിന്റെ. നമ്മളിത് അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാം സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ്, പിന്നെ തയ്ക്കാൻ ബെൽ ബട്ടൺ കൂടി നമ്മൾ. ഓക്കെ ഫ്രണ്ട്സ്, പിന്നെ കമന്റ് ചെയ്യാൻ ഞാൻ ഒന്നും കൂടി എടുത്ത് പറയുകയാണ്, കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ഇത് ഇതിനകത്ത് കുത്തുകയാണ്. പിങ്ക് മയം നോക്കി ശ്രദ്ധിച്ച് ചെയ്യണേ മോളെ. കുത്താൻ എനിക്ക് മെല്ലെ കുത്ത്, മെല്ലെ മെല്ലെ. അമ്മ കുത്തു, എനിക്ക് പേടി. ഇങ്ങനെ പിടിച്ചു, അപ്പൊ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഗൈസ്, എല്ലാവർക്കും സുഖാണോ? അയ്യോ എന്റെ കൈ. ഈ ഒരു പിങ്ക് ഞാൻ എടുക്കാൻ കാരണം ഐ വോണ്ട് ടു മേക്ക് എ സ്ട്രോബെറി. കറക്റ്റ് തെറ്റിക്കാതെ പറഞ്ഞു. എന്തോ ഭാഗ്യം. ഇനി നമുക്ക് ഓൺ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യണേ. നീക്കിയിടാവോ? ഇത് ചെയ്യാനുള്ള പേപ്പർ എന്ത് ചെയ്യാനുള്ള പേപ്പർ ഉണ്ടല്ലോ, ഞാൻ തറയിൽ ചെയ്യാന്ന് വിചാരിച്ചു. തറയിലോ? തറയില് ഞാൻ ഇതിൽ ചെയ്യാം. അതുണ്ട്. ഇത് നമുക്ക് ഓൺ ആക്കാൻ വേണ്ടി സ്വിച്ച് ഇട്ടാൽ ഇത് ഇടണം. ഫിലമെന്റ് ഇട്. ഫിലമെന്റ് ഇട്ട് കഴിഞ്ഞിട്ട് അത് ഓൺ ആക്കണം. ഇത് ഇങ്ങനെ ഒരു സാധനത്തിൽ നിൽക്കണം. അത് ഇതിൽ കാണിക്കാം, ഇതിലാ പ്രസ് ചെയ്യുന്നത്. ഇതിനകത്ത് നിൽക്കണം. ഇത് നമ്മൾ ഈ ഒരു താഴത്തെ ഉള്ള ഒരു ആരോയില് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം അവിടെ ലൈറ്റ് കത്തും. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇത് ഇങ്ങനെ നോക്കിക്കോ, അതിന്റെ 190 വരെ ആവണം, എന്നാലേ കറക്റ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. ഓ, ഫിലമെന്റ് ഊരിപ്പോയി ഗൈസ്. ഇത് കുരുങ്ങിപ്പോയി ഗൈസ്. ഒന്നെങ്കിൽ ഇവളിത് കോളമാക്കുന്നു. ഇത് 190 ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, അപ്പോൾ ആ ടെമ്പറേച്ചർ കറക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് പിടിച്ചോ, നോക്കി പിടിക്കണം, ശ്രദ്ധിച്ച് പിടിക്കണേ. താഴോട്ട് കൈ വെക്കാനേ പാടില്ല, കാരണം കൈ പൊള്ളും. അത് 190 ഇതിവിടെ വെച്ചു. ഇതിനകത്ത് നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ വെച്ചു. ഒരു പേന വേണം. പേര് ഇതിന് തൽക്കാലം എന്തെങ്കിലും ഒന്ന് അത് നോക്കിക്കോ. 190 ആയോ? കാണിക്കും. 148. അവിടെ കാലി തട്ടല്ലേ. ഇത് നല്ല രീതിയിൽ കെയർ ചെയ്ത് ചെയ്യണം കേട്ടോ. മിമോസ് ഇത്തിരി ശ്രദ്ധക്കുറവാ. മിമോസിന് ശ്രദ്ധക്കുറവാന്ന് പറഞ്ഞപ്പോ മെല്ലെ അതിനകത്തോട്ട് വെച്ച്. 190 ആയോ? ഇല്ല, നോക്കിക്കോണേ. ടെമ്പറേച്ചർ അതൊരു ഗ്രീൻ ലൈറ്റ് കത്തുക. 190 ആകുമ്പോൾ ഒരു സൗണ്ട് ആയിരിക്കും, കുനകുനാന്നും പറഞ്ഞിട്ട്. ഇതിൻ്റെ വ്യത്യാസം, ഇത് കുറച്ച് വലുതാണ്, ഇത് കുറച്ച് ചെറുതുമാണ്. ഇത് കുറച്ച് ഹാർഡാണ്, ഇത് കുറച്ച് ലൂസാണ്. ഗൈസ്, പച്ച കത്തി. ഇനി അതിലൊന്ന് പ്രസ് ചെയ്ത് അത് കുഴപ്പമില്ല, അങ്ങനെ കിടന്നോട്ടെ. എന്നിട്ട് ഇവിടെ കൂടി ഈ ഒരു ഇതിൽ നമ്മൾ പ്രസ് ചെയ്യണം. കണ്ടോ, ഒരു സൗണ്ട് കേൾക്കും. അപ്പൊ എന്തെങ്കിലുമൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. കുറച്ചൊരു ഫ്യൂ സെക്കൻഡ്സ് എടുക്കും അത് വരാനായിട്ട്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ പേപ്പറിൻ്റെ ഒരു സൈഡിൽ വേണമെങ്കിൽ ഒന്ന് പിടിച്ചോ. എന്ത് വരയ്ക്കാൻ പോകുന്നേ? ഞാനൊരു ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈ അല്ല, ഒരു ടൈ പോലത്തെ ഒരു സാധനമാണ്. കണ്ട ഗൈസ്, കുഞ്ഞിതായിട്ട്. അത് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ലീവ് ചെയ്യാം കൈ. അതിനകത്ത് അങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണ്ട. എന്നിട്ട് നമുക്കത് ഓഫ് ചെയ്യണമെങ്കിൽ വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ അത് ഓഫാവും. വരുന്നുണ്ടോ? വരുന്നുണ്ട്. പ്രസ് ചെയ്യടോ. അല്ല, ഇത് ഓണാക്കി വെച്ചിരിക്കുക. അല്ല, ഒന്നുകൂടെ പ്രസ് ചെയ്ത് എന്നാലേ വരുള്ളൂ. ഇപ്പോഴാണ് ഓണായത്. സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേ ഓഫ് ആകും. അല്ല, ഓഫ് ചെയ്യാവുള്ളൂ. അത് വന്ന് തുടങ്ങത്തില്ലേ? വരുന്നുണ്ട്. ഇത് വേറൊരു സംഭവമല്ല, ഇത് നമ്മൾ നേരത്തെ ചെയ്ത കളറിന്റെ ഇച്ചിരി ബാക്കി ഇരിക്കുക. അത് നമ്മൾ വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാൽ മതി.
നമ്മുടെ റിയൽ കളർ വരുന്നതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. നിങ്ങൾ ഇത് ആരും ചൂടായിരിക്കും. ആദ്യം കുട്ടികളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ തുടരുത് കേട്ടോ. പാരൻസിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് കുട്ടികൾ ആരും തന്നെ ചെയ്യരുത്. ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മുടെ കളർ വന്നു തുടങ്ങി. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇത് നമുക്ക് അപ്പോൾ ശ്രദ്ധിച്ച് പീൽ ചെയ്യാൻ പറ്റും. കുറച്ച് ചൂടുണ്ടാവും, പക്ഷെ കുഴപ്പമില്ല. നമുക്കിനി ഇതാണ് അസംഭവം. നമുക്കിനി ഒരു റൗണ്ട് വരയ്ക്കാം ഫസ്റ്റ്. പൂ തൊടണ്ട, അവിടെ ചൂടായിരിക്കും. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഈ ചില സമയത്ത്. ഇത് നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു ബോളോ പ്ലാസ്റ്റിക് ബോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ചുറ്റിനും നമുക്ക് വരയ്ക്കാം. ഞാൻ ഒരു ബട്ടർഫ്ലൈ പോലത്തെ സാധനം വരയ്ക്കാം. മറ്റേ വീടുണ്ടാക്കുന്നതിന്റെ ബാലൻസ് വരയ്ക്കുന്നത് ഇതിന്റെ. ഓക്കെ ഗൈസ്, നമുക്ക് അതിൻ്റെ ഒരു ബാലൻസ് വരച്ചു നോക്കാമേ. ട്രൈ ചെയ്യുന്നുണ്ട്. ഇല്ല, അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് അവിടെ എത്തുമ്പോൾ ഒന്ന് നിർത്തണം, അല്ലെങ്കിൽ അത് അങ്ങനെ പോകും. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയിപ്പോവും. ഓരോ എഡ്ജ് എത്തത്തില്ല, ആ എഡ്ജിൽ എത്തുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഇന്നത്തെ ദിവസം പോരാൻ അറിയത്തില്ലെന്ന് സമ്മതിക്കരുത് കേട്ടോ. ഗൈസ്, ഞാനൊരു മാ വരച്ചു നോക്കട്ടെ. മായെങ്കിലും വരയ്ക്കാൻ പറ്റുമേ ഈശ്വര. അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണോടാ, അതാണ് അത് പോകുന്നത്. അതുമല്ല ഈ പേപ്പറിൽ പറ്റൂലെന്ന് തോന്നുന്നു. ഇതൊരു ഓയിൽ ടൈപ്പ് പേപ്പർ. തറയിൽ ചെയ്ത് നോക്ക്. ഗൈസ്, നമ്മൾ ഇനി ഞാൻ താഴെ ചെയ്ത് നോക്കുകയാണ്. താഴത്തെ പരിശ്രമം ഒന്ന് ചെയ്ത് നോക്കാം. ക്രെഡിപ്പൻ ഒരു നൈസ് സാധനമാണ്. ഒരു വളമല്ലോ. ഫിലമെന്റ് ശരിയല്ല, അല്ലാണ്ട് എന്റെ കുഴപ്പമില്ല. എന്നാ കഴിഞ്ഞ ഫിലമെന്റ് നേരത്തെ ഇരുന്നത് വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് വെട്ടിയെടുക്കണം ഗൈസ്, അല്ലാണ്ട് ഇത് എടുക്കാൻ പറ്റും. എനിക്ക് അങ്ങനെ ഇളക്കി എടുക്കരുത്. ഇന്നലെ പറഞ്ഞത് ഇളക്കി എടുക്കുന്ന മെത്തേഡ്. 2 3 സെക്കൻഡ്സ് നമ്മൾ വെച്ചു. അപ്പോൾ ഇത് ഓഫായിപ്പോയി. നമുക്കിത് പതുക്കെ എടുക്കണം. അന്ന് എടുക്കാൻ പറ്റിയില്ല, പക്ഷേ അമ്മ ഒന്നും പറയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് വെട്ടിക്കെടുത്തു ഗൈസ്. അല്ലാണ്ട് ഞാൻ വെട്ടിയെടുത്തതാ, അല്ലാണ്ട് വന്നതല്ല, വെട്ടിയെടുത്തതാ. കള്ളത്തേ. ഞാൻ അമ്മയോട് പറഞ്ഞ, അമ്മ എന്തോ ചെയ്തോണ്ടിരിക്കുക. അടുത്ത് എടുക്കുക കത്രിക. അമ്മ കട്ട് ചെയ്ത് തരാം. മിമ്മൂസിന്റെ മുഖം എന്താ പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയോ? കാണിക്കുമോളെ. ശരിയായി ബ്രൺമൈ. അമ്മ എന്തോ ചെയ്തിട്ടുണ്ട്. ചെയ്ത് കറക്റ്റ് ആയിട്ട് ചെയ്തപ്പോ അത് വന്നു. ഇനി അത് ഇളക്കി എടുക്ക്. സൂപ്പർ. കാണിക്ക്. നല്ല രസമുണ്ടടാ. ചൂടാണെങ്കിൽ ചുണ്ട് കൊള്ളു കേട്ടോ. അപ്പൊ നമ്മള് ഫിലമെന്റ് മാറ്റുന്നില്ല. ഈ വയർ ഇത് കുടുങ്ങി, അതാ എന്റെ പ്രശ്നം. എന്റെ പ്രശ്നം അല്ലമ്മ. ഇതിൽ വേറൊരു ഐഡിയ എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരയ്ക്കാം. ഒരു പേപ്പറിൽ നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരച്ചിട്ട് ആ ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്യുന്നവർക്ക് അങ്ങനെ ട്രൈ ചെയ്യാം. നമുക്ക് ഈ സാധനം ഇങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അപ്പോൾ അവിടെ ശ്രദ്ധിച്ച് പിടിക്കണേ, അവിടെ ചൂടുണ്ടാവും. ഒരു പോലീസിന് 1000 1000. നോക്ക്, ഞാൻ എന്ത് പേര് എഴുതും? പേടിച്ചു ഞാൻ. മിമ്മൂസിന് എഴുതാമേ, അമ്മാമ്മ എഴുതും. മിമ്മൂസിന് എഴുതും. ഈ സ്റ്റൈലിലൊന്നും എഴുതാം, നമുക്ക് സാധാ പോലെ എഴുതാം. എന്തോ മോമോ എനിക്ക് ശരിയാവുന്നില്ല. നമുക്ക് പേരെഴുതണ്ട. പേരൊക്കെ എഴുതണ ഭയങ്കര ടാസ്ക് ആണ്. നമുക്ക് ഒരു വെറൈറ്റിക്ക് ഒരു സ്ട്രോബെറി വരയ്ക്കാം. സ്ട്രോബെറി കുറെ നേരം വരയ്ക്കുന്നു. മിമ്മൂസ് വന്നപ്പോ തൊട്ട് സ്ട്രോബെറി വരയ്ക്കുക. പക്ഷെ ഇതുവരെ സ്ട്രോ മാത്രമേ വന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുവായി വരയ്ക്കുന്നു.
ഞാനിപ്പോൾ പഠിക്കുന്നത് വളരെ വിചിത്രമായൊരു സംഭവമാണ്. എന്തോ പ്രാണി. ഇപ്പം നമ്മൾ ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ബട്ടർഫ്ലൈ അല്ല, ഒരു ടൈ പോലത്തെ സാധനത്തിൻ്റെ നടുഭാഗം വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് ട്രേസ് ചെയ്തെടുക്കാം. വാ, ഇത് ഈ ഒരു എഡ്ജിൽ നിന്ന് തുടങ്ങണം, എന്നാലേ അത് കറക്റ്റായിട്ട് വരുള്ളൂ. ഇത് നമ്മൾ വാങ്ങിയത് ഷോപ്സിന്നാണ്. ആമസോണിലൊക്കെ കണ്ടായിരുന്നു, പിന്നെ ഫ്ലിപ്കാർട്ടും ഷോപ്സിയും സെയിം തന്നെ ആയതുകൊണ്ട് ഷോപ്സിയിൽ ഓഫർ ഉണ്ടായിരുന്നു. വലിയ ഓഫറൊന്നും ഇല്ല, ചെറിയൊരു ഓഫർ ഉണ്ടായിരുന്നു. ഇന്ന് തീർന്നു ഗൈസ്, ഇന്ന് വരായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ വാങ്ങി. എൻ്റെ പൊട്ടിപ്പോയ ഒരു സാധനത്തിന് മെമ്മോസിന് വെക്കേഷൻ ആയതുകൊണ്ട് കുറേ സർപ്രൈസസ് കൊടുക്കണമല്ലോ അല്ലേ? അതുകൊണ്ടാണ് ചെയ്ത് നോക്കാമേ. ഈ സാധനം കൊള്ളൂല, താഴെ ചെയ്ത് നോക്കാം. ശരി ശരി ശരി, താഴെ ചെയ്തു. അവിടെ സ്റ്റോപ്പ് ചെയ്യണം. താഴെ പെട്ടെന്ന് ഇളകി വരുന്നുണ്ടല്ലേ? താഴെ ഒന്നും ചെയ്യണ്ട, ഫ്ലോറിൽ പെട്ടെന്ന് ഇളകി വരുന്നുണ്ട്. നല്ല ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ. പാരന്റ്സ് ഇല്ലാതെ ഒരു കുഞ്ഞുങ്ങളും ഇത് ചെയ്യരുത്. വിചാരിക്കുന്ന പോലല്ല, എന്നെ കൊണ്ട് ഇത് പറ്റും, എനിക്കിത് പറ്റുമെന്ന് പറഞ്ഞ് ഒരിക്കലും ചെയ്യരുത്. എന്നെ പോലെ കൈ പൊള്ളിപ്പോവും. നമുക്ക് ഇന്ന് ഫില്ല് ചെയ്തെടുക്കാമേ. ഒന്ന് കറണ്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, രണ്ട് നന്നായിട്ട് ഇത് ചൂടാവും. ഇതിന്റെ സ്പീഡ്, ഇത് നമുക്ക് ഇതിന്റെ അതിന്റെ സ്പീഡ് ഹീറ്റ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ആ വൈറ്റ് ഇതില് പ്രസ് ചെയ്താൽ മതി. അതിന്റെ ഇടയ്ക്ക് ഉറുമ്പൊക്കെ എന്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കാൻ വേണ്ടി കണ്ടോ. ഇത് ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഉറുമ്പിനൊന്നും ഞാൻ ഓടി രക്ഷപ്പെടുന്നു മെമ്മോസിന്റെ ഇത് കണ്ടു. ഇവിടെ പിടിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ മെമ്മോസ് ഇരുന്ന് കളിച്ചോ, വെറുതെ വീഡിയോയിൽ അത് ഇത്ര കാണിക്കണ്ട മോനെ. അപ്പോ ഇതാണ് നമ്മുടെ 3D പെൻ. ഇതിന്റെ ഇത് കൊടുത്തേക്കാലോ, വാങ്ങിക്കണമെങ്കിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ ഫിലമെന്റിന്റെ ലിങ്ക് നമ്മൾ കൊടുത്തിരിക്കാം. ഫിലമെന്റ് പ്രത്യേകം വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം അതില് വളരെ കുറച്ചേ ഉള്ളൂ. ഒരുപാട് കളേഴ്സ്. ഇത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചതാട്ടോ. നമ്മള് വാങ്ങിയതിനകത്തുള്ളത് ഇതായിരുന്നു. ഇത് ഇത്തിരി കട്ടി കുറഞ്ഞ സംഭവം. 3 കളേഴ്സ് കുറവാണ്, പക്ഷെ അത് ഭയങ്കര നഷ്ടവുമാണ്. നമ്മൾ ഇങ്ങനൊരു ഫിലമെന്റ് അതിന്റെ കൂടെ വാങ്ങിക്കുകയാണെങ്കിൽ ബെറ്റർ. ശരിയാ, 2 മാസത്തേക്ക് ഇത് മതി. മിമ്മോസിന് ഇനി ഷൂട്ടൊക്കെ തുടങ്ങാൻ പോവും. അപ്പൊ അത് ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ പിന്നെ കളിയൊന്നും നടക്കൂല. അതുകൊണ്ട് അതിനു മുമ്പ് കളിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് വാങ്ങിച്ചത്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ പേസ്റ്റൽ ഷെയ്ഡ് ഉണ്ട് ഗയ്സ്. എന്റെ ഫേവറേറ്റ് കുറച്ച് ഷെയ്ഡ് എടുക്കാം. ഇതെന്റെ ഫേവറേറ്റ്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? മോള് കളിച്ചോ? അല്ലാതെ നമുക്കിപ്പോ കളിക്കാം. നമുക്കപ്പോ കളിക്കാന്നോ? ഞാൻ കളിക്കാം എന്ന് പറയാം. അതുപോലെ ഞാൻ കളിക്കുകയാണ്. നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും നമ്മുടെ ചാനലിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യുക. പിന്നെ താഴെ ബെൽ ബട്ടണും കൂടെ അമർത്തുക. അതുകൊണ്ട് നമുക്ക് അടുത്തൊരു വെറൈറ്റി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും. ദിസ് ഇസ് ബ്രിൻമൈ മിമ്മൂസ്. ബൈ.